Okay, friends. In this class, we discuss about problems and prospects of Islamic banking. ഇന്ത്യയിൽ ഇസ്ലാമിക് ബാങ്കിന്റെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് തുടങ്ങാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക് ബാങ്ക് അതിൻ്റെതായ ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ അതിനുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? എത്രത്തോളം നമുക്ക് അതിന് സാധ്യതയുണ്ട് എന്നത് പരിശോധന. ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ബാങ്ക് തുടങ്ങാനുള്ള ഒരു ചർച്ച വന്നത് തന്നെ 2007 വന്നിട്ടുള്ള രഘുരാം രാജൻ കമ്മിറ്റി റിപ്പോർട്ട് 2-3 കാര്യങ്ങൾ പരാമർശിക്കുന്നു. പ്രത്യേകിച്ചും ഇക്വിറ്റി ഫൈനാൻസിങ്, അതേപോലെ ഇക്വിറ്റി ഫൈനാൻസിങ് ഇൻട്രസ്റ്റിന് പകരമായിട്ട് ഇക്വിറ്റി ഫൈനാൻസിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അത് ഇസ്ലാമിക് ബാങ്കിനകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ്, ഒരു ഇസ്ലാമിക് പ്രോഡക്റ്റ് തന്നെയാണ്. ആ ഒരു റെക്കമെൻഡേഷനോട് കൂടി തന്നെയാണ് ഇസ്ലാമിക് ബാങ്ക് ഇവിടെ നടപ്പിലാക്കുന്ന ഒരു ചർച്ചകളും ഒരു നീക്കുപോക്കും ഒക്കെ നടക്കുന്നത്. അപ്പോൾ രഘുരാം രാജൻ കമ്മിറ്റി എന്ന് പറയുന്ന 2007 നടപ്പിലാക്കിയ ഒരു ഫൈനാൻഷ്യൽ സെക്ടർ റിഫോംസ് വന്ന ഒരു കമ്മിറ്റിയാണ്. നമുക്കറിയാം, രഘുരാം രാജൻ ഇസ് എ ഫോർമർ ഗവർണർ ഓഫ് RBI ആൻഡ് ഓൾസോ ചീഫ് എക്കണോമിസ്റ്റ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒക്കെ ആയിട്ടുള്ള അദ്ദേഹമാണ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചത് തന്നെ. അപ്പോൾ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള മൻമോഹൻ സിംഗിനാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ കമ്മിറ്റി മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും ഇസ്ലാമിക് ബാങ്കിന്റെ ഭാഗമായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്. അതിനകത്ത് ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ബാങ്ക് ലോണുകൾ കൊടുക്കുന്നത് ഇക്വിറ്റി ഫൈനാൻസിംഗാണ് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച ഡെവലപ്പ് ചെയ്ത് വരുന്നത്. വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇസ്ലാമിക് ബാങ്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഉള്ള പ്രശ്നങ്ങൾ, അതിനകത്ത് എന്തൊക്കെ ഇനി അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു നേട്ടം ഞങ്ങൾ മേന്മയായിട്ട് കണക്കാക്കുന്നത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. The focus on financial inclusion has led to RBI and government under general order to bring the unbanked and financially excluded population into the formal banking system. പ്രധാനമായിട്ടും എല്ലാ ആളുകളെയും, അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മുഴുവൻ ആളുകളെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനധൻ യോജന, ജൻധൻ യോജന എന്നുള്ളത്. അതിന് ഭാഗമായിട്ട് കൺവെൻഷണൽ ബാങ്ക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ നിന്ന് മുസ്ലിങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക് ബാങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കാൻ നമുക്ക് കഴിയും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു നേട്ടമായിട്ട് കണക്കാക്കുന്നത്. പിന്നെയുള്ള ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത്. The goal of inclusive growth can be fostered within Islamic banking as easier and cheap credit can be provided to a large number of people with little or no collateral, which can help to penetrate the banking facilities to lower starting. ഏറ്റവും താഴെയുള്ള ആളുകൾക്ക് പോലും ബാങ്കിങ് ഫെസിലിറ്റി അത് ലഭ്യമാക്കുന്ന തരത്തിലേക്ക്, അത് ഉപകരിക്കുന്ന തരത്തിലേക്ക് ബാങ്കിങ് മേഖലയെ മാറ്റുവാനും അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ച നമുക്ക് സാധ്യമാകും എന്ന് തന്നെയാണ് ഇതിൻ്റെ വക്താക്കൾ മുന്നോട്ട് വെക്കുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് ബാങ്ക് വിൽ മേക്ക് അവന്യൂസ് ഫോർ ഫ്ലോ ഓഫ് സബ്സ്റ്റാൻഷ്യൽ ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റ്. അതിന് കാരണം ഇറ്റ് വിൽ മൊബിലൈസ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫ്രം ദ മുസ്ലിംസ് ഹു പാർട്ടിസിപ്പേറ്റ് വെരി ലിറ്റ്. കാരണം അവർ വളരെ കുറച്ച് മാത്രമേ കൺവെൻഷണൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ പൈസയെല്ലാം തന്നെ ഈ ഇസ്ലാമിക് ബാങ്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ സോഷ്യൽ വെൽഫെയർ, ഗവൺമെന്റ് ഫണ്ടുകളിലേക്കും അതേപോലെ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയും. അത് വലിയൊരു വികസനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോ ആയിട്ട്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെയുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഫ്രം ഗൾഫ് കൺട്രീസ്. അത് ഇറ്റ് ക്യാൻ അട്രാക്ട് ദ മണി ഫ്രം ഗൾഫ് കൺട്രീസ്. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ബാങ്കുകൾ പോലെയുള്ള ബാങ്കുകൾക്ക് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു സഹായം ഈ ഭാഗത്ത് നിന്ന് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ എത്തിക്കലായിട്ടുള്ള ആസ്പെക്റ്റാണ്. നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ദർ ഈസ് സം റെസ്ട്രിക്ഷൻസ് ലൈക്ക്
gambling, alcohol, weapon, etc. And promote investment in real economic activities, like social welfare of the whole. ഇപ്പോൾ സമൂഹത്തിന് മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ടിയായിരിക്കും ഈ മുതാരകാമശാലക പോലെയുള്ള കോൺട്രാക്റ്റുകൾ നടപ്പിലാക്കുക. അത് സമൂഹത്തിന് നന്മയെ നയിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. പിന്നെയുള്ളത് ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് ബാങ്കിങ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കൺവെൻഷണൽ ബാങ്കുകൾ ഇസ്ലാമിക് ബാങ്കുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും, ഇന്നോവേഷൻസ് ഉണ്ടാവും, ആൻഡ് ആൾസോ ടു ഡെവലപ്പ് എഫിഷ്യൻസി. ഇത് സ്വാഭാവികമായിട്ട് കോമൺ പീപ്പിളിനും അല്ലെങ്കിൽ തന്നെ എല്ലാ ആളുകൾക്കും ബാങ്കിങ് ഫെസിലിറ്റി വളരെ എളുപ്പത്തിൽ കിട്ടുന്ന തരത്തിലേക്കാണ്. കാരണം കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന അങ്ങനെയായിരിക്കും. ഈ രണ്ട് ബാങ്ക് തമ്മിലുണ്ടാകുന്ന കോമ്പറ്റീഷൻ ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിന് സഹായമാകും എന്ന് തന്നെയാണ് നമുക്ക് കഴിയുന്നത്. പിന്നെയുള്ളതിന്റെ പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ എന്തൊക്കെയാണ്? After many discussions, debates, meeting committees held to the pros and cons of Islamic banking, it has not been implemented in India because of the following barriers. No predetermined return. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒരു 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 നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു റിട്ടേൺ നമുക്ക് ലഭിക്കുകയില്ല. റിട്ടേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ലഭിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഇൻട്രസ്റ്റിന്റെ രൂപത്തിലല്ല. ഇത് കൺവെൻഷണൽ ബാങ്ക് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ റിട്ടേൺ ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഇസ്ലാമിക് ബാങ്കിങ് there is no such returns, only profit. പ്രോഫിറ്റിന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. എത്ര വേണമെങ്കിലും കൂടെ തുടങ്ങി പറയുകയും ചെയ്യാം. ആ തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമാണ് സൂക്ഷിക്കുന്നത്. എല്ലാ ബാങ്കുകളും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ഇൻട്രസ്റ്റ് ബേസ് ആണ്, പ്രത്യേകിച്ച് കൺവെൻഷണൽ ബാങ്കുകളെല്ലാം. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത്. ഇനിയുള്ള രണ്ടാമത്തെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അത് ആ ഒരു റിക്വയർമെന്റ്സ് എല്ലാ ബാങ്കും കൊണ്ടുകൊണ്ടുവന്നാണ് അത് അവരുടെ കരുതൽ ധനമായിട്ട് ഗവൺമെന്റ് ബോണ്ടുകളായിട്ടോ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡൊക്കെ ആയിട്ടോ ഒരു കരുതൽ ധനം ഒരു അസറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ഓറിയന്റ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലും ഇൻട്രസ്റ്റ് ബിയറിംഗ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അഗെയിൻസ്റ്റ് ദി ഇസ്ലാമിക് ലോ, ശരിയ ലോക്ക് വിരുദ്ധമായതുകൊണ്ടൊക്കെ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെന്റ്സ് അത് പുലർത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെയുള്ളത് ഡീസ്റ്റെബിലൈസ് സെക്യുലർ നേച്ചർ. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ്, ഒരു ആർഗ്യുമെന്റ് മാത്രമാണ്, ഇസ്ലാമിക് ബാങ്കിങ് വിൽ ഡീസ്റ്റെബിലൈസ് ദി സെക്യുലർ നേച്ചർ ഓഫ് ദി ബാങ്കിങ് സിസ്റ്റം ഓഫ് ഇന്ത്യ by amending banking and taxation laws to conform to a particular religion is going against the secular fabric of our nation. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ വ്യത്യസ്തമായ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശവും മതമില്ലാത്തവനും അവകാശമുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായ മതങ്ങൾ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം കൊടുക്കുന്നത് പോലെ ഒപ്പം തന്നെ മതമില്ലാത്തവർ ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൽ മാത്രമായിട്ടുള്ള പരിഗണനകൾ അതൊരു ഇന്ത്യൻ സെക്യുലറിസ്റ്റിന് എതിരായിട്ട് മാറും എന്ന് തന്നെയാണ് പല ഇതിന്റെ ഒരു ആർഗ്യുമെന്റായിട്ട് പറയുന്നത്. പിന്നെയുള്ളത് ടെററിസം ആക്ടിവിറ്റീസ്. കാരണം ഇസ്ലാമിക് ബാങ്കുകൾ വഴി ഇഷ്ടംപോലെ പൈസ ഈ ഒരു മേഖലയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എതിരാളികളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആൾസോ ദിസ് ഇസ്ലാമിക് ബാങ്കിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പൊളിറ്റിക്കൽ വെപ്പൺ. Any step to introduce Islamic banking can be interpreted as appeasing Muslims. ഇത് മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്ന തരത്തിലേക്കുള്ളത് തന്നെയായിരിക്കും. ഒന്ന് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ ഉപയോഗിക്കും ബാങ്കിങ് സംവിധാനം, മറ്റൊന്ന് ഇതൊരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് കരുതും എന്നൊക്കെയുള്ള സംഭവങ്ങളും. പിന്നീട് ലാക്ക് ഓഫ് എക്സ്പേർട്ട് ടു ഡെവലപ്പ് എ പ്രോപ്പർ ഫ്രെയിംവർക്ക് ഫോർ ഇസ്ലാമിക് ബാങ്കിങ് ഇൻ ഇന്ത്യ ആൾസോ പൊസസ്. ഒരു എക്സ്പെർട്ടൈസേഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്കിന്റെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. ഇസ്ലാമിക് ബാങ്കിങ് ഈസ് ഹാവിംഗ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് മീൻ ഓൺലി ഫോർ മുസ്ലിംസ്. ഇതിന് ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഇത് മുസ്ലിം വേണ്ടി മാത്രം ഉള്ളതാണ് എന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഇസ്ലാമിക് ബാങ്കിങ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ടു കൺവെൻഷണൽ ബാങ്കിങ് വിച്ച് ഈസ് മീൻ ഫോർ പീപ്പിൾ ഫോർ ഓൾ റിലീജിയൻ. എന്നാൽ ഇത് കൺവെൻഷണൽ ബാങ്കിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബാങ്ക് തന്നെയാണ്. Muslims who do not depend upon conventional banking as it does not conform with the Sharia law and remain financially excluded will majorly benefit from it. ഇനി ഇത് എല്ലാവരും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശരിയ നിയമപ്രകാരമുള്ള ബാങ്കുകളാകുമ്പോഴത്തേക്ക് എല്ലാ ആളുകൾ ഈ ബാങ്കിലേക്ക് വരികയും സ്വാഭാവികമായിട്ടും അത് ഓപ്പൺ ടു ആൾ എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും
നമുക്ക് ഇതിൻ്റെ ഒരു സോർട്ട് അനാലിസിസ് എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്നുള്ളത്. Consistent with the Sharia law, with the religious beliefs of Muslims, and it is not debt-based like commercial banking, and it promote financial inclusion. ഈ ഒരു 4 പോയിന്റുകളാണ് നമുക്ക് പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത്. അതൊരു ശരിയ നിയമപ്രകാരമാണ്. എല്ലാ മുസ്ലിങ്ങളും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് വലിയൊരു മാറ്റം, വലിയൊരു ഒരു വ്യാപ്തി ഇതിനുണ്ടാവുന്നുണ്ട്. കൺവെൻഷൻ ബാങ്കുകളെ പോലെ കടത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അതേപോലെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇതല്ല, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഷെറിയ എക്സ്പേർട്സ്, നല്ല എക്സ്പേർട്ടുകളില്ല എന്നുള്ളത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നീഡ് ടു ബി മോഡിഫൈഡ്. അത് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് മോഡിഫൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ക്യാഷ് സർപ്ലസ് മുസ്ലിം കൺട്രീസ്. അത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ക്യാഷ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു പോപ്പുലേഷൻ ഓഫ് മുസ്ലിംസ്, ബാങ്കിങ് മേഖലയിൽ ഇല്ലാത്ത മുസ്ലിങ്ങളെ ബാങ്കിങ് മേഖലയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെയുള്ളത് മൈക്രോ ഫിനാൻസ് ആക്ട് ആസ് കോമ്പറ്റേറ്റർ. പിന്നെ ഒരു പൊളിറ്റിക്കൽ ധർമ്മയിൽ ഒരു കൺഫ്യൂഷൻ, പൊളിറ്റിക്കൽ ഹാവോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോമ്പറ്റീഷൻ ഫ്രം കൺവെൻഷൻ ബാങ്കിങ്, അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ യൂണിഫോം സിവിൽ കോഡ് ബിൽ അഫക്ട് ശരിയാണ്. അതേപോലെ യൂണിഫോം സിവിൽ കോഡിന്റെ രീതിയിൽ ആ ഒരു ഇംപ്ലിമെന്റ് വരുമ്പോഴത്തേക്ക് ഇത് പ്രശ്നമായിട്ട് സാധ്യതയുണ്ട്. സപ്പോർട്ടിങ് ഓർ നോട്ട്. പിന്നെയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെററിസത്തിന് വേണ്ടി ഇത് പൈസ ഉപയോഗിക്കും എന്നുള്ളൊരു ആവശ്യമില്ലാത്തൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. പിന്നെയുള്ളത് സെക്യുലർ നേച്ചർ വിൽ ബി ഡീസ്റ്റെബിലൈസ്ഡ്. സെക്യുലർ നേച്ചർ ഇല്ലാതെ. അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള 3-4 ത്രെട്ടുകളും ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. എനിവേ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ the report also said it is observed that some sections of the Indian society have remained financially excluded for religious reasons. ചില നിയമം എന്താണ് മതപരമായ കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ ഈ ബാങ്കിങ് മേഖലയിൽ മാറി നിൽക്കുന്നു, കമേഴ്ഷ്യൽ ബാങ്കിങ് മേഖലയിൽ മാറി നിൽക്കുന്നു. അതാണ് ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. And that preclude them from using banking products with an element of interest. കാരണം അത് ഇൻട്രസ്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് ആ ബാങ്കിങ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. Towards mainstreaming these excluded sections, it is proposed to explore the modalities of embracing interest-free banking products in India in consultation with the government. ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഇൻട്രസ്റ്റ് ഫ്രീ ബാങ്കിങ് മെക്കാനിസം, ബാങ്കിങ് പ്രോഡക്റ്റുകൾ കമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ കൂടെ തന്നെ കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശമാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നൊന്ന് പരിശോധിക്കാന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത്, പ്രത്യേകിച്ച് മീൻവെയിൽ CPM in Kerala toyed with the idea, and after getting a go-ahead from the Reserve Bank of India, launched in July this year, means the Chairman Financial Services Limited, a cooperative in the lines of the practice of the Islamic banking system with a corpus of 250 crore. It was established with the equity participation of Kerala State Industry Development Corporation, KSIDC ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയർമാൻ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് എഫേർട്ട് 250 കോടി രൂപ ആസ്തിയോട് കൂടി നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പ്രധാനമായിട്ടും ഗൾഫിലുള്ള മലയാളികളെയും ഗൾഫ് NRIകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിലും അതേപോലെ KSIDC ഭാഗമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ ആരംഭിച്ച ഒരു ബാങ്ക് എന്ന് പറയുന്നില്ല, പകരം ഒരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. In Maharashtra, we can see Lokmangal Cooperative Bank Limited launched a Sharia-compliant transaction window in 2016. Interestingly, State BJP Minister Subhash Deshmukh was behind the idea. ഈ ഐഡിയയ്ക്ക് മുന്നിൽ മഹാരാഷ്ട്രയിൽ ഒരു BJP മിനിസ്റ്ററാണ് രസകരമായ ഒരു സംഭവം. So the concept of interest-free banking, which would have bolstered the economy by inviting huge investment from the West Asian countries, is not new to India. അതുകൊണ്ട് വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്കിങ് സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇറ്റ് ഇസ് നോട്ട് ന്യൂ ടു ഇന്ത്യ. അതുകൊണ്ട് പുതുമയായിട്ടൊന്നുമില്ല, നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് അറിയാം. ഇതാണ് ഇന്ത്യയിലെ ഇസ്ലാമിക ബാങ്കിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാധ്യത. ഓക്കെ.